തിരുവള്ളുവരുടെ തിരുക്കുളറിനെ മലയാളത്തിന് സുപരിചിതമാക്കുന്ന എ.പി. രാധയുടെ തിരുവള്ളുവരുടെ തിരുക്കുളർ മാർച്ച് 16-ന് പ്രകാശനം ചെയ്യും. അനിയന്ത്രിതമായി സഞ്ചരിച്ച ശിഥിലമാക്കുന്ന മനസ്സിനെ ശാന്തമാക്കുന്ന രീതിയിലാണ് തിരുവള്ളുവരുടെ തിരുക്കുളർ രചിച്ചിരിക്കുന്നതെന്ന് ഡോക്ടർ പി. മുരളി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യാത്രികയായ എ.പി. രാധയുടെ കോവിഡ് കാലത്തെ ഒറ്റപ്പെടലാണ് തിരുക്കുറലിന്റെ മലയാളത്തെ വിവർത്തനത്തിലേക്ക് എത്തിച്ചത്. തമിഴ് സംസ്കാരത്തിന്റെ ഉന്നതിയായ തിരുവള്ളുവരുടെ തിരുക്കുറലിലെ 1330 ഈരടികളെയും പുസ്തകത്തിൽ ആർക്കും ഉൾക്കൊള്ളാവുന്ന വിധം അപഗ്രഥിച്ചിട്ടുണ്ട്. സാംസ്കാരിക ഗരിമയായ തിരുക്കുറൽ സാർവത്രിക മതേതരത്വത്തിന്റെ അസ്തിത്വമാണ്. ഓരോ കുറലും സരളവും ഹൃദ്യവുമായ വാക്കുകളിലാണ് ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്. പബ്ലിക് ലൈബ്രറിയിൽ നടക്കുന്ന പ്രകാശന ചടങ്ങിൽ മലയാളത്തിലെയും തമിഴിലെയും സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കും. എല്ലാ വിദ്യാർത്ഥികളിലേക്കും പുസ്തകം എത്തണമെന്ന ലക്ഷ്യത്തിൽ സൗജന്യമായാണ് വിതരണം ചെയ്യുന്നതെന്നും ഡോക്ടർ പി. മുരളി പറഞ്ഞു. തമിഴ് പഠിച്ചിട്ടുണ്ട്, തമിഴ് വായിച്ചിട്ടുണ്ട്, വായിക്കാൻ നന്നായിട്ട് അറിയാം. തിരുവള്ളുവരുടെ തിരുക്കുറൽ തമിഴിൽ തന്നെ അതിൻ്റെ മൂലഭാഷയിൽ തന്നെ കൃത്യമായി അർത്ഥം ഗ്രഹിച്ചിട്ട് അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് വായിച്ച് പഠിച്ച് ഉൾക്കൊണ്ടവരാണ്. അപ്പോൾ അവർക്ക് തോന്നി ഇത് ഇപ്പം മലയാളത്തിൽ നമുക്കത് തിരുക്കുറൽ ഉണ്ട്. രമേശൻ നായരുടെ DC ബുക്സ് പ്രസിദ്ധീകരിച്ച തിരുക്കുറൽ നമ്മുടെ കയ്യിലുണ്ട്. അതിനു മുൻപ് വെണ്ണിക്കുളം എഴുതിയത്. ഇതൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് അതൊന്നും അവർ വായിച്ചിട്ടില്ല. എങ്കിൽ പോലും തിരുക്കുറൽ എന്ന് പറയുന്ന ആ ഒരു വലിയ സമുദ്രത്തെ, വലിയൊരു സാഗരത്തെ, ആ ഒരു വിജ്ഞാന ഭണ്ഡാരത്തെ മലയാളികൾക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ അതിൻ്റെ ഒരു അന്തസ്സത്ത ചോർന്നു പോകാത്ത രീതിയിൽ ആവിഷ്കരിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയും അതിന് ഉപോത്ബലകമായ രീതിയിൽ ഈ കോവിഡ് കാലത്തെ അടച്ചുപൂട്ടിയിരിക്കാൻ അവർ പ്രയോജനപ്പെടുത്തുകയും ചെയ്യായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടം, ഇവിടുത്തെ ലോക്ക്ഡൗൺ കാലഘട്ടം അവർ ഈ തിരുക്കുറൽ വീണ്ടും ഒരിക്കൽ കൂടി വായിക്കുന്നു. എന്നിട്ട് അത് അവരങ്ങനെ ഓരോ ഇതായിട്ടിങ്ങനെ ഓരോ കുറളായിട്ടിങ്ങനെ 133 അധികാരമുള്ളതിൽ ഓരോ കുറളായിട്ട് പരിഭാഷപ്പെടുത്തി അതിനെ വീണ്ടും ഒന്ന് മയപ്പെടുത്തി അങ്ങനെ റെഡിയാക്കുകയായിരുന്നു. എ.പി. രാധയുടെ പുത്രൻ അച്യുതൻ സുന്ദരേശൻ, കെ. ഹരിദാസ്, രാംദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.